കിടന്നപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നാലും നേരത്തെ തന്നെ നമ്മൾ എണീറ്റിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ബസ്സിന് പോകണ്ടേ, അപ്പം നമ്മൾ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്യാണം എല്ലാം കൂടിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നതിന് ഒരു കാരണം ഉണ്ട് കേട്ടോ. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാഞ്ഞിട്ട് ഇവളുമാർക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിലേക്ക് ചെക്കനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു സംഭവം ആദ്യമായിട്ടാണ് തൃശ്ശൂർ പോയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പെണ്ണിൻ്റെ വീട്ടിലേക്ക് എല്ലാവരും വന്നിട്ട് അവിടെ വെച്ചിട്ടാണ് പാലും പഴമൊക്കെ കൊടുക്കുന്നത്. എന്തായാലും എനിക്കതൊരു പുതിയ അനുഭവമായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ ഇനി ഹോളിലേക്ക് പോകണം. ഹോൾ അടുത്ത് തന്നെയാണ് കേട്ടോ, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അങ്ങനെ ബാക്കി ചടങ്ങുകളും കാര്യങ്ങളെല്ലാം ഹോളിൽ വെച്ചിട്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ സദ്യ കഴിക്കാനായിട്ടിരുന്നു. കാരണം നമുക്ക് ട്രെയിൻ നേരത്തെയാണ്. അപ്പം 3 മണിയുടെ ട്രെയിൻ പിടിക്കണം. അവിടുന്ന് 1 അവർ ട്രാവൽ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ സദ്യക്ക് തന്നെ ഇരുന്നു. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഡ്രസ്സെല്ലാം മാറിയിട്ട് ബസ് കയറാനായിട്ട് പോവാണ് കേട്ടോ. കാരണം ബസ് കയറി സ്റ്റേഷനിൽ വരണമല്ലോ. അപ്പോൾ ആ വഴിക്കാണ് വടക്കുന്നാഥ ക്ഷേത്രം കണ്ടത്. അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം ഇരിക്കാതെ എങ്ങനെയാ പോവാ. അവിടെ നമ്മളെല്ലാവരും ഓരോ ഐസ്ക്രീം വാങ്ങി. ഞാനൊരു ചോക്കോബാറാണ് കേട്ടോ വാങ്ങിയത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ സ്റ്റേഷനിൽ വന്ന് നമ്മൾ ട്രെയിൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. തിരക്കില്ല എന്നല്ല, ഒട്ടും തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുന്നോ കിടന്നോ ഒക്കെ വരായിരുന്നു. അങ്ങനെ നന്നായിട്ട് കിടന്നും ഇരുന്നും ഉറങ്ങിയൊക്കെയാണ് നമ്മൾ എത്തിയത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ചങ്ങനാശ്ശേരി എത്തി. അവളുമാരോടും ബായ് പറഞ്ഞ് നേരെ ഒരു സാമ്പാർ ഇഡ്ഡലിയും കഴിച്ച് വീട്ടിൽ പോയപ്പോൾ അത്രേ ഉള്ളൂ.